ജോസഫ് ഗ്രൂപ്പിൽ നിന്നും വലിയ കൊഴിഞ്ഞുപോക്ക് പ്രതീക്ഷിക്കുന്നില്ല എന്ന UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. ബാഹ്യശക്തികളുടെ ഇടപെടലാണ് ചിലർ പാർട്ടി വിടാൻ കാരണമെന്നും ഫ്രാൻസിസ് ജോർജ് ആരോപിച്ചു. ഓട്ടോറിക്ഷ ചിഹ്നം ലഭിച്ചതോടെ UDF അവസാനഘട്ട പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ പ്രസിഡന്റായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ, തൊട്ടുപിന്നാലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കം 5 പേർ. 2 ദിവസത്തിനുള്ളിലെ ജോസഫ് ഗ്രൂപ്പിലെ രാജി 6 വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ രാജിവെക്കുമെന്നാണ് ഇവരുടെ അവകാശവാദം. എന്നാൽ കൊഴിഞ്ഞുപോക്ക് പാർട്ടിയെയോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയോ ബാധിക്കില്ലെന്ന് UDF സ്ഥാനാർത്ഥി. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ചില ബാഹ്യശക്തികൾ അവരെ സ്വാധീനിക്കുകയും മറ്റൊരു പ്രചരണ പരിപാടികളും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇത് ഇങ്ങനെ ഞങ്ങളിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നു എന്ന് വരുത്താനുള്ളൊരു ശ്രമം. ജനങ്ങൾ ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം നൽകി ഞങ്ങളെ വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതിനിടെ ചിഹ്നം കിട്ടിയതോടെ UDF ക്യാമ്പ് കുറച്ചുകൂടി ആവേശത്തിലാണ്. സാധാരണക്കാരന്റെ വാഹനമായ ഓട്ടോറിക്ഷ ജനം വളരെ വേഗം സ്വീകരിക്കുമെന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. കേരളത്തിലെ എന്നല്ല രാജ്യത്ത് തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ചിഹ്നമാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്കിനി പ്രചരണത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. KM മാണിയുടെ ഓർമ്മകളിൽ ജനം വോട്ട് ചെയ്യുമെന്നും LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും ജോസ് കെ മാണി. മാണി സാറ് കെട്ടിപ്പടുത്തിയ കേരള കോൺഗ്രസ് പാർട്ടിയും ആ രണ്ടിലെയും സാധാരണക്കാരായ ജനങ്ങളുടെയും മനസ്സിലുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊക്കെ കരുത്ത് നൽകുന്നത് മാണി സാറിൻ്റെ ഓർമ്മയാണ്. ഇതിനിടെ NDA അധികാരത്തിൽ വരുമ്പോൾ അധികാരത്തിലെത്താത്ത UDFനെയും LDFനെയും എന്തിന് ജയിപ്പിക്കണം എന്നുള്ള ചോദ്യവുമായി NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും രംഗത്തെത്തി. കേരള കോൺഗ്രസിന് തട്ടവുമല്ല എന്നുള്ളത് വെട്ടിപൊട്ടിക്കുമ്പോൾ ഇവിടെ കാണാം. 400 മുകളിൽ സീറ്റുമായിട്ട് NDA സർക്കാർ അധികാരത്തിൽ വരും. പിന്നെ പൊതുവേ രാഷ്ട്രീയമായി ഈ 2 ആളുകളെയും മത്സരിക്കുന്നവർ ജയിപ്പിച്ചു വിട്ടിട്ട് കോട്ടയത്തേർക്ക് എന്ത് ചെയ്യാനാണ്? പതിവുകൾ തെറ്റിക്കാതെ വളർന്നും പിളർന്നും കേരള കോൺഗ്രസ് വാദപ്രതിവാദത്തിലാണ്. റിപ്പോർട്ടർ, കോട്ടയം.